ഉത്തരാഖണ്ഡിൽ ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ ഭീഷണി നേരിട്ട മുഹമ്മദ് ദീപക്കിനും വക്കീൽ അഹമ്മദിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജോൺ ബ്രിട്ടാസ് എം പി. ബജ്റംഗ് ദൾ പ്രവർത്തകരെ തടഞ്ഞതിലൂടെ ശ്രദ്ധേയനായ ദീപക്കിന്റെ ജിമ്മിലെത്തിയ എം പി അവിടെ വാർഷിക മെമ്പർഷിപ്പ് എടുത്താണ് പിന്തുണ അറിയിച്ചത്. ഭീഷണി നേരിട്ട വക്കീൽ അഹമ്മദിന്റെ തയ്യൽക്കടയും ബ്രിട്ടാസ് സന്ദർശിച്ചു. നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകും. നോബൽ, ഒരു നേരിട്ടുള്ള ഐക്യദാർഢ്യം അല്ലേ? ശ്രുതി നേരിട്ട് എത്തി ഐക്യദാർഢ്യം അറിയിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി. എന്താണെങ്കിലും മുഹമ്മദ് ദീപക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ബജ്റംഗ് ദൾ പ്രവർത്തകരെ തടഞ്ഞതിന് പിന്നാലെ വലിയ ഭീഷണിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു ജിം നടത്തുന്ന ആളാണ്. ആ ജിമ്മിനെതിരെ പോലും വലിയ തരത്തിലുള്ള അതിക്രമ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് നേരിട്ടെത്തി ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മുഹമ്മദ് ദീപക്കിന്റെ ജിമ്മിൽ അടക്കം ബ്രിട്ടാസ് എത്തുകയും അവിടെ ഒരു വർഷത്തെ വാർഷിക വരിസംഖ്യയായ 10,000 രൂപ അടച്ച് മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഈ സംഭവത്തിന് പിന്നാലെ ജിമ്മിലേക്ക് ആളുകൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതോടൊപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ ജിമ്മിലേക്ക് ആളുകൾ എത്തുന്നത് കുറയുകയും വരുമാന നഷ്ടം ഉണ്ടാവുകയും സാഹചര്യം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഒരു വർഷത്തെ മെമ്പർഷിപ്പ് കൂടി ജോൺ ബ്രിട്ടാസ് എം പി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, പ്രധാനമായും അന്ന് ഈ സംഘർഷം ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ പ്രതിഷേധവും സംഘർഷമൊക്കെ ഉണ്ടാകുന്ന അവിടുത്തെ ബാബ എന്ന് പറയുന്ന ഒരു കടയുമായി ബന്ധപ്പെട്ട പേര് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വക്കീൽ എന്ന കടയുമായി ബന്ധപ്പെട്ടാണ് അന്ന് പ്രശ്നമുണ്ടായത്. അവിടെ ആ കടയടക്കം ഇന്നിപ്പോൾ ബ്രിട്ടാസ് സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ അവർ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതാണെങ്കിലും വലിയ പിന്തുണയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം നേരിട്ടുമൊക്കെ വലിയ ഭീഷണി നേരിടുന്ന സമയമാണ് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ. അതുകൊണ്ട് അവിടെ പോയി പിന്തുണ അറിയിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഒപ്പം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചുകൊണ്ട് ബജ്റംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ജോൺ ബ്രിട്ടാസ് എം പി എന്താണെങ്കിലും ജോൺ ബ്രിട്ടാസ് എം പി നേരിട്ടെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല, ദീപകിന്റെ ജിമ്മിലെത്തിയ എം പി അവിടെ വാർഷിക മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടാണ് പിന്തുണ അറിയിച്ച് മടങ്ങിയിരിക്കുന്നത്.